എടാ നിങ്ങൾ എന്നെ ഫോട്ടോസ് എടുക്കുന്നില്ലെങ്കിൽ അപ്പൊ എന്റെ ഫോട്ടോസ് എടുക്കണ്ടേ? ഈ ചുപ്പട്ടൻ എന്നെ എടുക്കണല്ലോ ഫോട്ടോ. ഞാനിന്നല്ലെങ്കിൽ സ്വന്തം വൈഫ് വെച്ച് തന്ന ബിരിയാണി തിന്നിട്ട് വന്നോ നീ ഇങ്ങനെ. ഹലോ ഖുറേഷ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാമിലിയാണോ വ്ളോഗ്സ് ആണോ എന്ന് എനിക്കെന്നെ ഒരു പിടിയില്ലാതായി. എൻ്റെ പൊന്നു സഹോ, പെരുന്നാളായിട്ട് ഞാൻ ആകെ മൂഡ് ഓഫ് ആട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂഡ് ഓഫായി. എൻ്റെ ചാനലിൻ്റെ മോണിറ്റൈസേഷന് ഒരു കുറച്ച് മാസത്തേന് സ്ട്രൈക്ക് ചെയ്തേക്കുവാണ്. മോണിറ്റൈസേഷൻ ഓൺ ഉണ്ടെങ്കിൽ ഈ ഇടുന്ന വീഡിയോസിന് പൈസയുള്ളൂ. അല്ലാതെ പക്ഷം വീഡിയോസ് വെറുതെ ഇടുക, സബ്സ്ക്രൈബേഴ്സ് കിട്ടും. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാവുന്നതിലുപരി എനിക്ക് പൈസയൊന്നും കിട്ടില്ല. അപ്പം ഞാനൊരു പുതിയ ചാനൽ തുടങ്ങി. അതാണ് ഖുറേഷ് ഫാമിലി. ഇപ്പം ഈ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പോലെ എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കരമായൊരു സങ്കടത്തിലാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എൻ്റെ ചാനൽ ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ പറ്റുമെങ്കിൽ വാട്സപ്പിൽ. അത് ഈ ഒരു ബ്രദറിനോട് കാണിക്കുന്ന സ്നേഹമായിരിക്കും, അല്ലെങ്കിൽ മകനോട് കാണിക്കുന്ന സ്നേഹമായിരിക്കും. എന്തായാലും നമുക്ക് പെരുന്നാളല്ലേ, ഇപ്പം ഞാൻ ഹാപ്പി അല്ല എന്ന് കരുതി വീട്ടുകാരെ ഹാപ്പി ആക്കാതിരിക്കാൻ പാടില്ലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പെരുന്നാൾ എങ്ങനെയാണ് ഇന്നത്തെ നോക്കാം. ഞാനും നോ ഐഡിയ. ഇതിപ്പോൾ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. വൈകുന്നേരം വരെ പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി ഗതിന്ന് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. റിജും അടുക്കളയിൽ ബിരിയാണി വെക്കുന്ന തിരക്കാട്ടാ. ആദ്യമായിട്ടാണ് അവൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ മാഷാ അല്ലാഹ് അടിപൊളിയായിരുന്നു. പിന്നെ ഓരോ കുടുംബക്കാരായിട്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു പോകാൻ തുടങ്ങി. ഞങ്ങൾ ഇസാനുവിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? നെല്ല് നല്ലണ്ട് ഇതാണ്. ഇതൊന്ന് വിട്ട് നോക്കട്ടെ. ഇവിടെ നിൽക്ക്. നല്ലണ്ടാ? ഇഷ്ടപ്പെട്ട? ഇവനുണ്ടല്ല, ഇവന് ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്തത് ഞാൻ. എന്നിട്ട് ഇവൻ പറയുന്നത് പപ്പാനെ വേണ്ടല്ല. അല്ലടാ, പപ്പാനെ വേണ്ടല്ലോ നിനക്ക്? അതിപ്പോ നീ പറയുന്നല്ലേ, അതിപ്പോ മാറ്റിയത് കേട്ടാ. അപ്പൊ നിനക്ക് സുൽത്തുമാനെ വേണ്ട? വെറുതെ പറ. സുൽത്തുമാൻ പറഞ്ഞ റിസുവിന്റെ ഉമ്മ കേട്ടാ. ഓ പൊടി ചെയ്തു തരാം. സുൽത്തുമാൻ പറഞ്ഞ റിസുവിന്റെ ഉമ്മയാട്ടാ. അപ്പൊ അവൻ പറഞ്ഞ് ഇത്ര നേരം പറഞ്ഞത് സുൽത്തുമാന്റെ അടുത്ത് പോകുന്നത് സുൽത്തുമാനെ മതി, പപ്പാനെ വേണ്ടാന്ന്. സത്യം പറ, സുൽത്തുമാനല്ലേ നിനക്ക് ഇഷ്ടം? ഒക്കും 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 ഒക്കും. അപ്പൊ അപ്പൊക്കെ ഒരു മതാ പാപ്പിസം തരുന്ന ഉമ്മ. പപ്പൊക്കെ ഒരു മതാ. എന്റെ പൊറ്റിഷു. ഉമ്മ പോയിട്ട് വരുന്ന? ഓക്കെ ഗൈസ്, ഇനിയിപ്പം മനസ്സിൽ ടെൻഷനൊന്നും വെച്ചിട്ട് കാര്യമില്ല. പരിപാടി പോയത് പോയി. ഇനി തിരിച്ചു പിടിക്കാന്നുള്ളതേ ഉള്ളൂ വഴി. ആവട്ടെ, നമ്മൾ സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഈ ചാനലിനെ കൊണ്ടു നടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഖുറേഷ് വ്ളോഗ്സ് ഇൻഷാ അല്ലാഹ്. പിന്നെന്താന്ന് വെച്ചാലല്ലേ, സൗദ മാറിക്കോ. ഹേരിസു എടാ വന്ന് പെരുന്നാക്ക് എൻ്റെ അത്ര വാങ്ങായിട്ടാണോ ഇത്? ഞങ്ങളെ പാപ്പിഷിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ സെറ്റല്ലേ? വെറുത്തുണ്ട് 2000 വിത്തൗട്ട് ഷൂ. സഫ ഇത് മറ്റേ ഫുട്പാത്തൊന്നില്ലേ 100 രൂപക്ക് 2 എടുത്തിനാ. ഓളെ വിചാരില്ലേ, ഓള് വലിയ ലുക്ക് നിനക്ക് തോന്നണത്. നിന്റെ ഒരു തോന്നലത്, എല്ലാം ഒരു തോന്നല്. ശാപം. വെയിലത്ത് നല്ല ചന്തം കാണുന്നു. പോയി ഇത് അടുത്തേക്കുള്ള പോക്കെന്നറിയോ? അല്ല, അത് വരുമ്പോ ഇൻഷാ അല്ലാഹ് കുടുംബത്തിൽ മൊത്തം പോകാൻ പറയുന്നത്. അപ്പോൾ ഈ പോക്ക് നമ്മൾ പെരുന്നാൾ പോക്ക് കുറച്ച് വീട്ടിലേക്കെല്ലാം പോയിട്ട് വരാം. ഓക്കെ. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്ത് വലിയ ഫ്രെയിം ബ്യൂട്ടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫോട്ടോസും കുറച്ച് വീഡിയോസും എടുത്തിട്ട് വരാം. ഈ പൊരിഞ്ഞ വെയിലത്ത് പോകുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയോ? എനിക്ക് കളർ ചെയ്യാൻ പറ്റുന്നില്ല എഡിറ്റ് ചെയ്യുമ്പോൾ. കളർ ചെയ്യാൻ മീൻസ് വെളുപ്പിക്കാനൊന്നല്ല, അൽഹംദുലില്ലാ. ഈ ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലടിച്ചിട്ട്.
അപ്പോൾ നമുക്കില്ലേ ഒന്ന് കുടുംബത്തിലെല്ലാം പോയിട്ട് തിങ്കളാഴ്ചയാക്കിയിട്ട് വരാം. സഭയെല്ലാം സകലർക്കും ഇതാ വരുന്നേ. മണവാട്ടി ടാബിടാ, നിനക്ക് ടാബി ഇല്ലാണ്ടാവല. മാനിമ്പപ്പൂ മോളെ കല്യാണം. ഇത് അരിക്കുത്ത് കല്യാണത്തിന് മുമ്പോലെ ഉണ്ട് എല്ലാം. ഇതാ ട്രോഫി തന്നെ. അടുത്ത ട്രോഫിക്കുള്ള ആളോ? ഇൻഷാ അല്ലാ. ഹലോ മച്ചാമാരെ, എന്തൊരു ഇത് കാറിന്റെ ഉള്ളിൽ ഫുള്ള് എന്നെ ആളെടുക്കാണ്ടാ? എന്നാരാ? പൊമ്മിയല്ലേ? ഇൻഷാ അല്ലാ. ഈ വാളാ മറ്റേ സൗദു, നീ പെട്ടണ എന്തെന്നറിയോ? എന്റെ വീഡിയോ ഏടെയല്ല ക്യാമറ വെക്കുന്ന എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് നിന്നെ മാത്രം ഹൈഡ് നോക്കാൻ പറ്റുന്നില്ല. മാക്സിമം നീ അറിഞ്ഞിട്ട് മാറിയത് അല്ല. എല്ലാവർക്കും എന്തെന്നറിയാലോ, വീഡിയോ ഒക്കെ വരാനൊരു അല്ല നല്ല കാര്യം. ഇപ്പൊ അങ്ങനെ അവരവരുടെ പ്രൈവസി. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൂപ്പായിട്ട് പോകുമ്പോ എനിക്ക് എടുക്കാത്ത നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ടാണ്. ಗೊತ್ತಾಯ್ತಾ? കണ്ടിട്ടാ എല്ലാ വീഡിയോയിലും ഓരോരോ സൈഡിലുണ്ട്. ആട്ടാടിട്ടല്ലേ? ഉണ്ട് എന്നെ ഇപ്പൊ കാണുന്നില്ല. അമ്മ നീ ബയ്യൊക്കെ എടുത്തിട്ട് മാറ്റിയാന്നല്ല? ഇല്ല, അത് വീണ. അതിനൊരാൾ എടുക്കാണ്ട്. പൊമ്മി എങ്ങനെ ഫ്രെയിമിൽ വരുമോ? എന്ത് സ്ഥിതി? നമ്മ എന്തായാലും ഇല്ല, ഒരാളും കൂടി എടുക്കാണ്ട്. എടുത്തിട്ട് നമുക്കില്ലേ ഒരു പോക്ക് പോവാം ഇൻഷാ അല്ലാ. അപ്പൊ ഒന്ന് പോയിട്ട് ഒന്നിപ്പോ ഒരു വീട്ടിൽ കയറിയിട്ട് വന്നു കേട്ടാ. അന്ന് ഷൂട്ട് ചെയ്തില്ലേ? വീട്ടിലായിരുന്നൊന്നും അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യില്ല. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്നത് അമ്മയുടെ വീട്ടിലേക്കാ കേട്ടോ. നമ്മുടെ കുദാ സായിദിന്റെ വീട്. നിന്റെ പറച്ചിലേട്ടൊന്നും നീ ബാടിക്ക് വന്നിട്ട് എന്നെ കൊണ്ടുവന്ന പോലെ പെട്രോൾ നൈസ് വന്നിട്ട് കൊണ്ടുവന്നല്ലേ? ഇപ്പൊ ഞാൻ കൊണ്ടിറക്കുന്നവിടെ കീഞ്ഞോളോ? ടവറിന്റെ മുകളിലല്ല പൊട്ട. ഈ ടവറിന്റെ ഇതല്ലേ ഇത്. ഈ വഴിയില്ലേ, ഈലെ പോയെങ്കിൽ ഞങ്ങൾ മുമ്പ് റീൽസ് എല്ലാം ചെയ്തോണ്ട്. ആ ഏരിയ നല്ല അടിപൊളി ഏരിയ, ഞാൻ കാണിക്കാം. പിന്നെ ആ ഏരിയ കണ്ടിട്ട് രണ്ട് വീഡിയോ കിട്ടിട്ട് നമുക്ക് നിനക്ക് മനസ്സിലാവും. എന്നിട്ട് റേഞ്ചിൽ എടുക്കറിയോ? ഇതാണ് ഞങ്ങൾ അമ്മൂസിന്റെ വീട്, അമ്മായിയുടെ. കത്തി ചാനൽ അറിയോ? എത്ര ആയതല്ല, മോണിറ്റൈസേഷന്റെ ചെറിയ പണി കിട്ടിയ. ഇതാ ഞാനെന്നല്ലെങ്കിലല്ലേ സ്വന്തം വൈഫ് വെച്ച് തന്ന ബിരിയാണി തിന്നിട്ട് വന്നോ? നീ ഇങ്ങനെ ഉമ്മ വെച്ചാൽ ഇങ്ങനെ തിന്നോണ്ടിരിക്കേ. അല്ല അതൊക്കെ അത് സത്യം. ഉപ്പേരി എന്ന് പറഞ്ഞ അച്ചാറ്. എന്തിനാ നിനക്ക് ഫുഡ് വേണമെങ്കിൽ തരാം. നീ വീട് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട. വേണോ എനിക്ക് ഫുഡ് വേണോ? ഇത് കൊതിയിട്ടുണ്ട് എന്നാ വേണ നീ എടുത്തോ ഫ്രൈ. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മെത്തുന്ന് മാപ്പിള അങ്ങനല്ലേ. അവിടെ നിന്ന് നേരെ തൊട്ടടുത്തുള്ള വീട്ടിൽ ചെന്നു കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പോകുന്നത്. ഒരു ഫോട്ടോ എടുത്തെങ്കിൽ ഞങ്ങളോട് ഫോട്ടോ ഇല്ലേ വീഡിയോയാ? എന്റെ കിടാവ് കാണുന്നുണ്ട് വരുന്നു. അല്ല ഓറായിരിക്കണം. എടാ നിങ്ങൾ എന്നെ ഫോട്ടോസ് എടുക്കുന്നില്ലെങ്കിൽ അപ്പൊ എന്റെ ഫോട്ടോസ് എടുക്കണ്ടേ? ഈ ചുവപ്പട്ടൻ എന്നെ എടുക്കണല്ലോ ഫോട്ടോ. ഫോസ് എടുക്കാൻ റെഡി ആയി. ഞാൻ എന്താക്കണ്ടേ? അപ്പൊ കുടുംബത്തിലില്ലേ, കുടുംബത്തില് ഒരേ ഒരു ക്യാമറമാൻ ആയെങ്കിലുള്ള പ്രശ്നം. ഫോൺ ഇതാ, ഫോൺ എടുത്തു. ഇതാ ഇത് ഐഫോണ്, ആടെ ഐഫോണ് എല്ലാം ഉണ്ട്. എന്ത് ചെയ്യാം? ഈ സൽഗുണന് സമ്പന്നനുമായ എന്നെ തന്നെ വേണമെന്നാണെങ്കിലോ
ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ടൈം നിനക്ക് ബുദ്ധിമുട്ട് എന്താ അറിയാം, ഇവിടെ ആങ്ങളമാരില്ലേ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ നീ വെച്ച ബിരിയാണി കൊടുത്തിട്ട് വയറിളക്കണ്ട. അപ്പൊ ഓക്കെ, റെഡി. നീ പോസ് ചെയ്തോ. ഞാൻ അവിടെ ഇരിക്കുന്ന അവിടെ വച്ചാ ചിരിക്കാൻ അതിന്റെ ഫോട്ടോ കിട്ടുന്നില്ല. യോനക്ക് ഫോട്ടോ ഒക്കെ നിക്കാനേ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു കാക്ക. ഞാൻ ചില്ലില്ല നിന്റെ കൂടെ. എത്രയായി? അല്ല കാസർഗോഡ് സ്പെഷ്യൽ പൊരിയപ്പം, കടല വെജ്, ഇതീത്തപ്പായ അല്ല. അതിന് നിനക്ക് തെക്കത്തേക്ക് അറിയുന്ന അങ്ങനെ അറിയുന്ന സൈഡ് പെട്ടണം കുറച്ച് ബാക്ക് പോയിട്ട്. അസ്സലാമു അലൈക്കും. ഇത് മാറക്ക് റിസുരാങ്ങളാ. ഉപ്പുണ്ട്, ഉപ്പാണുണ്ട്, പച്ചമുളക് വളർന്നില്ല. അപ്പീസ് നിങ്ങള് ബർക്കുവന്നല്ലോ പോറാ ഉടമ്പുണ്ട്. എന്താണ് ഓ രാവിലെ എന്നെ വേണ്ടല്ലോ, പപ്പനെ വേണ്ടല്ലോ, വേണ്ടല്ലോ. ആ വേണ്ട. ആ ഒരാടെല്ലാം ഉണ്ട്, മുപ്പാട്ട് കരിഞ്ഞനോ പപ്പ വേണോന്നിട്ട്. വേണ്ടാത്ത പണിക്ക് പോയിനതിന്. എന്നിട്ട് പാപ്പി പപ്പന മുത്തല്ലേ, പ്ലീസ് പ്ലീസ്, പപ്പന മുത്തല്ലേ, കരയണ്ട ആവ പ്ലീസ്. ഇർഷ അവളാങ്ങളെ പോയി. ആയായി പപ്പ ഉണ്ടല്ലേ, പിന്നെന്താ. വേണ്ട പ്ലീസ്, പപ്പന്റെ പൊന്നല്ലേ നീ, പ്ലീസ്. പപ്പ തരുമ്പതാ, പപ്പ കൊണ്ടോ, പപ്പ കൊണ്ടോ. ഓനങ്ങനെയൊന്നുമില്ല, ബൈക്കും കാറും കണ്ടാ മതി, ഓനാരൊക്കെ പോകും. പോട്ട് പോട്ട്. ഇപ്പൊ ഒരു ഡാൻസ്, വൈറൽ ഡാൻസ് ഇല്ലേ? ചപ്പു, ആ പാട്ട് ഏതാണ്? ഇപ്പൊ ഒരു വൈറൽ ഡാൻസ് ഉള്ള ഒരു ഡാൻസ് ഇല്ലേ, ഒരു ഇങ്ങനെ കളിക്കുന്ന ഒരു സാധനം ഉണ്ട് ഇപ്പൊ. ഇഷാനൊക്കെ അറിയോ? ആ ഡ്രസ്സിന്റെ ഷോപ്പിലെല്ലാം പോയിട്ട് പെണ്ണുങ്ങള് ഡമ്മീന്റെ ഇടയിൽ കളിക്കുന്നു. അസുക്കി 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 അല്ല, നിനക്ക് എന്താ അസുക്കി 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 ദിനമുത്തുമേനി അസുക്കി. ആരാ ഇതാര്? അമ്മായി വന്നില്ല ഞാൻ അമ്മ കാർ ഇതാ അടച്ചറപ്പ്. എന്റെ ചെക്കൻ എന്തുവാ? ഓ ഞാൻ പോന്നാ ടാറ്റ ടാറ്റ. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോഷൂട്ട്. എന്തിനാ ഇത്ര ക്ലിയർ അടിക്കുന്നേ? ഫോട്ടോഷൂട്ട് ഭയങ്കര വെയിൽ തന്നെയാണ്. ഫോട്ടോഷൂട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ഒന്ന് പെങ്ങളെ വീട്ടിൽ പോണം അല്ലേടി? മൈമിലോട്ട് പോകണോ? ഇൻഷാ അല്ലാ. അപ്പൊ ഒന്ന് ഇളയമ്മയുടെ വീട്ടിലും പോണം. പൊളി തന്നെ പൊളി. ഫസ്റ്റ് പോകുന്നത് മതിയായിട്ടാണ് സർവത്വം. ഫസ്റ്റ് പോകുന്നല്ലോ നീ. ഇതിന് കുറച്ച് അമ്മായിൻ്റെ പര. ഇതാണ് നമ്മുടെ ഇക്കാൻ്റെ വൈഫിൻ്റെ വീട്. അവർ ഗൾഫിലാണ്. ഇവിടെ ഇപ്പോൾ ഉമ്മയും വാപ്പയൊക്കെ താമസം. ഈ ഒരു ഏരിയയിൽ മുമ്പ് നല്ല ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്ത് പറ്റുമോ എന്തോ, മാഫി ഒന്നും കാണുന്നില്ല. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാം? എൻ്റെ ഇക്കാൻ്റെ വൈഫിൻ്റെ വീട് ഇതാണെങ്കിലും എൻ്റെ വീടില്ലേ, ഞാൻ ബാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടായിരുന്നതാ ഈ കാണുന്ന വഴി കണ്ട, ആ മരം കണ്ട, ആ മരത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ വീട്. ഫുൾ കോമഡി അല്ലേ?
ഞങ്ങൾ ഈ റോഡിനെ വിളിക്കുന്നത് എയർപോർട്ട് റോഡ് എന്നിട്ടാ, വെറുതെ ഒരു പേര്. എൻ്റെ അനിയന് തമാശ കിട്ടതാ. ഇപ്പം ഈ നാട്ടിൽ ഓട്ടോക്കാരോടൊക്കെ എയർപോർട്ട് റോഡിൽ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ടിറക്കും. മതിയായിട്ടാണ് സിസു ജാനോ, മതിയായിട്ടേ ദാഹിച്ചോളെ. ഇന്നത്തെ വെറൈറ്റിയിൽ ഇന്ന് പിസ്ത. ഔ, നേരത്തെ ബദാമായിരുന്നല്ല, എല്ലാം ഇന്ന് മാഷാ അല്ലാ. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ റിസുവിന്റെ വാപ്പയുണ്ട് ഇവിടെ. ഇതാണ് റിസുവിന്റെ വാപ്പ. ഇനി ഒന്ന് പെങ്ങളെ വീട്ടിൽ പോകണം, വൈഫിന്റെ വീട്ടിൽ പോകണം. പരിപാടി ഖത്തം. പിന്നെതാ ഇല്ലോടാ, എൻ്റെ പേരെന്താ പറഞ്ഞ? ആദില്. ഇവന് എൻ്റെ വാടകപ്പിക്ക എൻ്റെ അനിയൻ്റെ കൂടെ ദർസിൽ പഠിക്കാണ്. ദർസല്ല, സാധാ മദ്രസ സാദിയല്ലേ കാസർഗോഡ്. അപ്പൊ ഇവൻ ചെല്ലുണ്ടല്ലോ ഒരു സെലിബ്രിറ്റി ആണിപ്പോ. ഇവൻ വയനാട്ടുകാരനാട്ടാ. അപ്പൊ നാളെ കഴിഞ്ഞ് എക്സാം ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലായി ഇന്നലെ നിന്നത് കാര്യങ്ങൾ. ഏടാ ഇഷ്ടപ്പെട്ട നമ്മളെ നാടൊക്കെ? നീ നാണക്കേടാക്കല്ലേ, പറയേ. അതെന്തായാലും നമുക്ക് ആരും നിന്നെ എനിക്കേ ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ പെങ്ങളുടെ വീട്ടിലെത്തിട്ടോ. മണി 6 കഴിഞ്ഞ്, നമ്മളെ പെരുന്നാള് തീർന്നിട്ടേ ഇല്ല. ഇതിപ്പോ പോയ എല്ലാ വീട്ടിലും കാണുമല്ലോ, ട്രെൻഡിങ് സാധന. 6:20 അല്ലേ? ലൈറ്റ് ഇടുമ്പോ സൗണ്ടും വരുന്ന. ഞാൻ ഇന്ന് പോയ പൊരലെല്ലാം ഇത് തന്നെ, കട്ടില ചട്ടിപ്പത്തല് പൊരിയപ്പ, എന്നിട്ട് പൊരിയപ്പ. ലൈറ്റ് ഇടുമ്പോ സൗണ്ടും വരുന്ന. എന്നിട്ട് അവസാനം റിസുവിന്റെ വീട്ടിലെത്തിയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇതാ നിന്റെ ശുൽത്തും കൂടെ കണ്ടിനാ? ഇനിയല്ല ശുൽത്തും. ഇത് ലൊക്കേഷനെല്ലാം മൊത്തത്തിൽ മാറ്റിയ അങ്ങനെ റിസുവിനെ പൊരയിൽ പാക്ക് ചെയ്യലോട് കൂടി ഇന്ന് പിന്നെ അവിടെ നേരടല്ലേ ഇന്നത്തെ നോമ്പിന്റെ പരിപാടി, അല്ല പെരുന്നാളിന്റെ പരിപാടി, സോറി, അവസാനിച്ചിരിക്കുന്നു. ഇല്ലില്ല, അവസാനിച്ചിരിക്കുന്നു. അപ്പം ഇനി നാളെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞൂടെ ഇൻഷാ അല്ലാ. അപ്പോൾ അതുവരേക്കും സുലായി.